ആൻഡ് ഇങ്ങനെയാണ് നമ്മുടെ റൂം ഇരിക്കുന്നത്. കുറച്ചൊക്കെ സാധനമൊക്കെ ആയിട്ട്. ഇതൊക്കെ ഇപ്പോൾ നമ്മൾ മേടിച്ച സാധനമാണ്. ഇതെല്ലാം ഒന്ന് ഇത് ചെയ്തിട്ട് ഫ്രം ദിസ് ടു നമ്മുടെ മുറി കറൻലി ഇതാണ് ഒരവസ്ഥ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു യൂസ് കാണിച്ചു തരാം കേട്ടോ. അതാ ഇതിൻ്റെ പിന്നെ ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇങ്ങനെയാണ് ഷെൽഫ്. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഓർഗനൈസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ വെക്കാൻ നോക്കിയാലും നടക്കില്ല. അപ്പോൾ അതിനാണ് കുറച്ച് ഐറ്റംസ് ഞാൻ മേടിച്ചത്. അപ്പോൾ ഈ ഒരു കവേഴ്സൊക്കെ വെക്കാനാണ് ഈ ഒരു സാധനം. സോ ഐ വിൽ ഷോ ഹൗ ദാറ്റ് വർക്ക്സ്. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു ഏരിയ ആണ്. ഇതിനാണ് ഞാൻ സെപ്പറേറ്റ് ബോക്സസ് മേടിച്ച്. സോ ലെറ്റ്സ് ക്ലിയർ ദാറ്റ്. കേട്ടോ മേടിച്ചത്. അപ്പം അതിൽ ഓരോന്നെടുത്ത് വെച്ചിട്ട് നമുക്ക് ക്ലിയർ ചെയ്യാം. അപ്പം ഞാൻ ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ട് എടുത്തു. ഇനി നമുക്കിത് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അതാണ് നമ്മുടെ അടുത്ത പണി. ഞങ്ങളുടെ വെഡിങ് ആൽബം അതിൻ്റെ ചെറുത് കൊണ്ടുവന്നതായിരുന്നു. ഇത് റിസപ്ഷൻ്റെ ഞാനെടുത്ത് കയ്യിൽ വെച്ച് വന്നു. ഇനി നമുക്കിവിടെ ഓർഗനൈസ് ചെയ്യണം. സോ ഫസ്റ്റ് നമുക്കിത് ഇത്രയും സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോ ബോക്സിലായിട്ട് ഓർഗനൈസ് ചെയ്ത് മാറ്റാം. ഓക്കെ. അപ്പോൾ ഞാൻ ഫസ്റ്റ് വിചാരിക്കുന്നത് എന്താണെന്നറിയോ, നമ്മുടെ മേക്കപ്പ് പ്രോഡക്ട്സ് ആദ്യം ഒന്ന് സെറ്റാക്കാം. ഓക്കെ. അപ്പോൾ ഇതിലാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കറൻറ്റ് മേക്കപ്പ് പ്രോഡക്ട്സ് ഒക്കെ വെച്ചേക്കുന്നത്. അത് നമുക്ക് ഫസ്റ്റ് എല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് നോക്കാം. ഓക്കെ. ഇതിൽ നമുക്ക് ഫസ്റ്റ് ഓർഗനൈസ് ചെയ്യാം. വിൽ സ്റ്റാർട്ട് വിത്ത് ദി ഡോട്ടൺ ഗീ. ആ പുതിയത് അവിടെ സൈഡിലിരിക്കട്ടെ. ബ്ലഷ്,
നോക്കാം ഞാൻ ഇങ്ങോട്ട് മാറ്റാം. അതാ ഓർഗനൈസ് ചെയ്തു. മേക്കപ്പ് ബോക്സ്, സ്കിൻ കെയർ ബോക്സ്, റാൻഡം ക്ലിപ്പ് ബോക്സ്, ആൻഡ് ദിസ് ഇസ് ഹെയർ കെയർ പ്ലസ് എക്സ്ട്രാ സം അതർ തിങ്സ് ഓൾസോ ദെയർ. ഇതിൽ നമ്മുടെ കുറച്ച് കയ്യിലുള്ള ജ്വല്ലറീസും കോട്ടനും. ഓക്കെ, ഇനി സ്പ്രേക്ക് ഒരു സെക്ഷനായിട്ട് നമുക്കിനി തിരിച്ച് ഇത് ആ ഷെൽഫിലേക്ക് വെക്കണം. ലെറ്റ്സ് ഡു ദാറ്റ്. ക്ലീൻ ചെയ്തു. ഇതിലാണ് നമ്മുടെ ഹെയർ പ്രോഡക്ട്സ്. ഇതിലാണ് നമ്മുടെ ക്ലിപ്പ് ഐറ്റംസ്. നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സാധനമാണിത്. അതുകൊണ്ട് അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. സ്കിൻ കെയർ ഐറ്റംസ് and my makeup items. അത് നമുക്ക് ഇവിടെ സൈഡിലോട്ട് മാറ്റി വെക്കാം. ഓ സോറി, ഫിക്സ് ദിസ് അപ്പ് ഹിയർ. ഇപ്പം എന്ത് വൃത്തിയായില്ല. 4 പൗച്ചുണ്ട്. ഇത് ഞാൻ കുറച്ച് റാൻഡം ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് എല്ലാം മുകളിലാണ് വെച്ചേക്കുന്നത്. അതൊന്നും നമുക്ക് കൈ എത്തണ്ട, പെട്ടെന്ന് ആവശ്യമില്ലാത്ത കുറച്ച് ഐറ്റംസൊക്കെ പെട്ടെന്ന് യൂസ്ഫുൾ ആണ്. ഇതിലിങ്ങനെ വെക്കാം. റാൻഡം ക്ലിപ്സിൻ്റെ ഏരിയയിൽ വെക്കാം. ബ്രഷ്. ഓക്കെ, വി ആർ സെറ്റ്. വിൽ ജസ്റ്റ് ടേക്ക് ദ റൂം സ്പ്രേ ആൻഡ് പുട്ട് ഇറ്റ് ഡൗൺ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇത് ഫിക്സ് ചെയ്യാവുന്നതാണ് ആദ്യം. അപ്പോൾ ഇതാ ഇങ്ങനൊരു ഇത് കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി ഇത് ഇവിടെ നമ്മുടെ കയ്യിൽ കുറച്ച് ഗ്രീൻ പിങ്ക് ഉണ്ട്. പക്ഷെ ഇത് എവിടെ വെക്കണം എന്ന് ഞാൻ കൺഫ്യൂസ്ഡ്. And this seems like you look amazing. നമ്മളെ തുണിയെല്ലാം ഇതിലേക്ക് ആക്കി ഇട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ ആ ബോക്സ് ആയിരുന്നു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ലെറ്റ് ഇറ്റ് ബി ഹിയർ ഓൺലി. ഇവിടെ തന്നെ ഇരുന്നോട്ടെ. എനിക്ക് ബോക്സ് മാറ്റിയിട്ട് വരാം. ആക്ച്വലി ഞാൻ കിച്ചണിന് വേണ്ടി മേടിച്ചത്. അപ്പോൾ ഞാനത് കിച്ചണിൽ കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് വരാം. ഓക്കെ, ഇതാണ് സാധനം. അപ്പോൾ കിച്ചണിൽ ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നമുക്ക് സ്പേസും സേവ് ചെയ്യാം, അതുപോലെ സാധനങ്ങൾ ഇതിലിട്ട് വെക്കുകയും ചെയ്യാം. ഓക്കെ,
വേസ്റ്റ് കളയണം, ഡ്രസ്സൊക്കെ ഫോൾഡ് ചെയ്യണം. യാ ചെറിയൊരു മാറ്റമേ വരുത്തിയിട്ടുള്ളൂ. ചെറിയ ഒരു ഇത് വെച്ചു. എന്താ നമ്മൾ ഇതൊന്ന് ക്ലിയർ ചെയ്തു. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളെ വരുത്തിയിട്ടുള്ളൂ. പിന്നെ ഇനി നമുക്ക് അതിൽ മണി പ്ലാന്റ്സ് വെക്കണം. ആൻഡ് വി ആർ ഹാഫ് വേ ഡൺ. ആൻഡ് ബാക്കി ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ലെറ്റ്സ് സീ. നമ്മുടെ കയ്യിൽ 2 പോട്ട്സിൽ ഞാൻ മണി പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് എവിടെ വെക്കണം എന്നുള്ളത് ഐ ഹാവ് നോ ഐഡിയ. ഒരെണ്ണം വൈറ്റ് അവിടെ വെച്ചിട്ട് ഒരെണ്ണം മാറ്റി വെച്ചാലോ? വിച്ച് ഈസ് ബെറ്റർ? ഇവിടെ 2 ഇങ്ങനെ വെക്കുന്നോ അതോ അവിടെ ഒരു ടേബിളിൽ ഒരെണ്ണം വെക്കണോ? ഐ എം കൺഫ്യൂസ്ഡ്. ഒന്ന് മാറ്റിയും തിരിച്ചും നോക്ക് ഇതെങ്ങനെയുണ്ട്? അത് നേരത്തെ ആയിരുന്നു നല്ലത്. കൺഫ്യൂസ്ഡ്. And I'll show the night vibe. നൈറ്റിൽ